കൊറോണ കാലത്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയേക്കണല്ലേ. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായ ഒരു സാധനമായിരുന്നു കേട്ടോ, മഷിത്തണ്ട് തോരൻ. അപ്പോൾ അന്ന് തൊട്ട് എനിക്കതൊന്ന് വെച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ല ഫ്രഷ് മഷിത്തണ്ട് കിട്ടാനുണ്ടായിരുന്നില്ല. നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ വീട്ടിലെ പട്ടി എപ്പോഴും അതിൽ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അവിടെയായിട്ട് കുറച്ച് മഷിത്തണ്ട് നിൽക്കും കേട്ടോ. അത് കണ്ടപ്പോൾ തൊട്ടെനിക്ക് തുടങ്ങിയ ആഗ്രഹമായിരുന്നു ഇത് വെട്ടി ഒന്ന് തോരൻ വെച്ച് നോക്കണം. സത്യം പറഞ്ഞാൽ നല്ല ധൈര്യം ഇല്ല കേട്ടോ, ഇത് എങ്ങനെ ഉണ്ടാവും, കഴിച്ച വല്ല കുഴപ്പമുണ്ടാവും എന്നൊക്കെ നല്ല പേടിയുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചു. ഈ ഒരു ഇല കണ്ടോ, നല്ല ഫ്രഷ് ഇലയാട്ടോ, നല്ല ഭംഗിയിൽ നിൽക്കണമുണ്ട്, നല്ല ഫ്രഷ് എന്ന് വെച്ചാൽ ഒരു സൺഷെയ്ഡിൻ്റെ അവിടെ ആയതിനെ കൊണ്ട് വേറെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ആയുധമൊക്കെ എടുത്ത് ഇറങ്ങി അത് കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാട്ടാ. സൺഷെയ്ഡിലായതുകൊണ്ട് അവിടെ അധികം മണ്ണൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കട്ടെടുക്കുന്ന സമയത്ത് അതവിടെ കട്ടെടുക്കണമല്ല കേട്ടോ, കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് വേരേപ്പാടെ പോരായിരുന്നു. ഒന്നാമത് ഇതിന് വേര് ചെറിയ വേരൊക്കെയാണല്ലോ, അപ്പോൾ അത് വേരേപ്പാടെ അങ്ങ് പോരായിരുന്നു കേട്ടോ. ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആവുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറാമാന്മാർ എൻ്റെ ചെറിയ ഷോർട്സിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും, 2 കുട്ടിപ്പട്ടാളങ്ങൾ, അവരാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. അവർ മാറി മാറിയായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും മഷിത്തണ്ട് കേട്ടോ പറിച്ചെടുത്തേക്കാം. നമ്മൾ മുഴുവൻ എടുത്തിട്ടില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കാണുമ്പോൾ കുറേ ഉള്ളതായിട്ട് തോന്നും, പക്ഷെ നമ്മളിത് അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് മതി വെച്ച് നോക്കിയിട്ട്, പിന്നെ സക്സസ് ആവണമെങ്കിൽ കൂടുതൽ പൊട്ടിച്ച് വെക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പൈപ്പിൻ്റെ അവിടെ കാട്ടി കഴുകി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞു. അപ്പോൾ ഇത് വേരുള്ളതുകൊണ്ട് ചെറുതായിട്ട് ആ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൊണ്ട് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് കലക്കിയിട്ട് അതിനകത്തേക്കും കൂടി ഇല ഇട്ട് വെക്കുക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യക്കുറവുണ്ട്. നമ്മൾ ഇതുവരെ വെക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇതെന്താ പറയുക, ഒരു പരീക്ഷണമാണ്. കാരണം ഒരുപാട് പേരൊക്കെ വെച്ചേക്കുന്നതാണ്, പക്ഷെ നമ്മൾക്കിതൊരു പരീക്ഷണം, നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ധൈര്യക്കുറവ്. ഇപ്പോൾ നമ്മൾ ചീരയില, മത്തയില, പയറില അതൊക്കെ വെച്ച് നമുക്ക് ശീലമായി, മുരിങ്ങയിലൊക്കെ. പക്ഷെ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ, കഴിച്ച് കഴിഞ്ഞാൽ എന്താവോ എന്തോന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇങ്ങനെ ഓരോ ഇതിൽ കൈകൊണ്ടിരിക്കണത്. ഞാനൊരു 3-4 മണിക്കൂർ ഇത് വെള്ളത്തിയിട്ട് വെച്ചു വിട്ടാൽ അതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴേക്കും ഇതിൻ്റെ ഇലയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇല ക്ഷീണിച്ച് പോയി. നല്ല ഇലയായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി വട്ടം കഴുകുകയും ചെയ്തു. ഇത്രയും നേരം വെള്ളത്തിട്ട് വെച്ചപ്പോഴേക്കും ഇലയൊക്കെ ഭയങ്കര ശോകമൂകമായി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അരിയാനായിട്ട്. ഇങ്ങനെ മൊത്തം അങ്ങനെ വെള്ളം ഒട്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ നിന്ന് കോരി വെച്ചായിരുന്നു, പക്ഷേ ഇതിൻ്റെ വെള്ളം അങ്ങനെ മൊത്തം വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അരിയുമ്പോൾ മൊത്തം ഒട്ടി പിടിച്ച്, തണ്ട് മാത്രം പെട്ടെന്ന് പോരും, ഇലയൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം കൊണ്ടായിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തത്. ഇത് മുന്നേ കഴിച്ചിട്ടുള്ളവരും ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളിതാ ഇലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ, ഒന്ന് നമ്മൾ തേങ്ങ ചെന്നിതെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിട്ട് എടുത്തേക്കണം. അതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആ പച്ചമുളകും വേപ്പിലെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. എല്ലാം ഇട്ടിട്ട് ഞാൻ വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഞാൻ കൊറോണ സമയത്ത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ, അതെങ്ങനെ വെച്ചതെന്നൊന്നും ഞാൻ ഓർക്കണില്ല. പിന്നെ അത് വെക്കാൻ നേരത്ത് യൂട്യൂബിലൊന്നും നോക്കിയില്ലായിരുന്നു. ഞാൻ ചീരക്കറി, വീട്ടിൽ ചീരക്കറിയൊക്കെ വെക്കണ ആ ഒരു രീതിയിൽ തന്നെയായിട്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചീരക്കറി വെക്കാറ്. അപ്പോൾ ഞാനത് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി വേണ്ടവർക്ക് മാത്രം മതിയിട്ട്, നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി വേണ്ടാത്തവർ പച്ചമുളക് കൂടുതലിടാം. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചേക്കണ ഇലയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം അതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇലയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് മതിയും, കാരണം ഇല കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി വാടും. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെയും ഇളക്കിയെടുക്കുക. ഇതിൽ പിന്നെ എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് വെന്തു, പക്ഷേ ഇതിൻ്റെ തണ്ട് വേവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തണ്ട് അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കും തണ്ട് വേവാൻ നന്നായിട്ട് സമയമെടുത്തു. ഇലയാണെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്തു. അതാണ് എനിക്ക് ഇത്തിരി ഇതായിട്ട് തോന്നി. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തണ്ട് ആദ്യം വേവിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തണ്ട് ആദ്യം വേവിക്കാനായിട്ട് എനിക്ക് ഇലയും തണ്ട് അരിഞ്ഞെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് മാറ്റിയെടുക്കൽ കുറച്ച് പണിയാണ്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടുതൽ വേണ്ടൊരു കൂടുതലിടാം, കുറച്ച് വേണ്ടൊരു കുറച്ചിടാം. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വേണ്ടതുകൊണ്ട് തേങ്ങ കൂടുതലിട്ടു. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ മഷിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അത് കഴിച്ച് നോക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കാമായിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് എനിക്ക് അവർക്ക് ഇത് ആദ്യം കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഇത് ആദ്യം എടുത്ത് കഴിച്ചത്. ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുത്തത്. കാരണം നമുക്കൊന്ന് എന്താ പറയുക, ആദ്യമായിട്ട് വെക്കണോണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് കൊടുത്തത്. നമ്മളിപ്പോൾ അത്താഴത്തിന് ചോറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മഷിത്തണ്ട് തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും ഉണക്കച്ചെമ്മീനൊക്കെ കൂടി വഴറ്റിയെടുത്തിട്ടുള്ള ചമ്മന്തി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഷിത്തണ്ട് തോരൻ സക്സസ് ആവോ? സക്സസ് ആയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് വൈസ് എങ്ങനെ ഇരിക്കും എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടച്ചക്ക വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ അതാ മുട്ട കൊത്തി പൊരിച്ചതും കൂടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കന്ന് രാത്രി കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂട്ടി നമ്മൾ കഴിച്ചു. പക്ഷേ സത്യം പറയാതെ കഴിച്ചവർക്കൊക്കെ ഇത് സംഭവം ഇഷ്ടപ്പെട്ടു. അനിയനൊന്നും ഇത് കഴിച്ചില്ല കേട്ടോ. അവനൊക്കെ പേടിയായിരുന്നു. അവൻ അയ്യേ വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ കഴിച്ചില്ല. പക്ഷേ കഴിച്ചവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.